എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റിൽ പപ്പടം വറക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഈ ഒരു രീതിയിൽ പപ്പടം വറുത്താൽ പപ്പടം നല്ല ടേസ്റ്റായിട്ട് വരും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു പാക്കറ്റ് പപ്പടമാണ് വറക്കുന്നതിന് വേണ്ടി എടുക്കുന്നത്. ഇങ്ങനെ വറുത്തതിന് ശേഷം ഒരു വായു കടക്കാത്ത പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും തണുത്തു പോകാതെ ഇരിക്കും. പപ്പടം ഇവിടെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് കൈ കൊണ്ടൊന്ന് കീറിയെടുത്താലും മതി. പപ്പടം എല്ലാം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പപ്പടം കാച്ചാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പപ്പടം വറുത്ത് കോരിയെടുക്കാം. വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് ഇവിടെ പപ്പടം വറക്കുന്നത്. 4-5 പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്ത് കോരിയെടുക്കുന്നത്. പപ്പടം എല്ലാം ഇവിടെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ കൂടുതൽ പപ്പടം ഉള്ളതുകൊണ്ടാണ് ഇതുപോലൊരു വലിയ പാത്രത്തിൽ ചെയ്യുന്നത്. കുറച്ച് പപ്പടമേ ഉള്ളെങ്കിൽ നമുക്ക് പപ്പടം വറുത്ത പാത്രത്തിൽ തന്നെ ഇതുപോലെ ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പാത്രം അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം മുളക് പൊടി ഇതുപോലെ ചെയ്ത് എല്ലാ ഭാഗത്തും ആക്കിയെടുക്കണം. ഇതുപോലെ ഒരു പ്രാവശ്യം പപ്പടം വറുത്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറുണ്ണാൻ പറ്റും. ഇതുപോലെ കുറച്ച് കൂടുതൽ വറുത്ത് ഒരു പാത്രത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വറുത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണവും കിട്ടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.